ഹലോ, വെൽക്കം ടു എ ബ്യൂട്ടിഫുൾ വ്ളോഗ്. എടാ, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ബയോ സയൻസിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ജൂലൈ 6-ന് സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളാണ്. അല്ലെങ്കിൽ ഇനിയും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് സയൻസ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഒരു ആവറേജ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ബിലോ ആവറേജ് വിദ്യാർത്ഥികൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്ലസ് വണ്ണിലേക്ക് കയറുമ്പോൾ പ്രത്യേകിച്ച് ഒരു ബയോ സയൻസ് സബ്ജക്റ്റ് എടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്? ഇത് പറയുന്നത് എൻ്റെ ഒരു സെൽഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടും അതോടൊപ്പം തന്നെ നമ്മളൊരു 7-8 വർഷമായിട്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിൽ നിന്നും ബിലോ ആവറേജ് വിദ്യാർത്ഥികളുണ്ട്, ആവറേജ് വിദ്യാർത്ഥികളുണ്ട്, ഹൈലി ബ്രില്യൻ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. സോ നമ്മളങ്ങനെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചതിൽ നിന്നും മനസ്സിലായിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. സോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് കുറേ ട്രിക്കുകളും കാര്യങ്ങളും ഒക്കെ ഈ വീഡിയോയിലൂടെ കിട്ടും. സോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, പിന്നെ കമൻ്റ് ഇടാനും മറക്കരുത്. നമ്മൾ ഇതുവരെ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു രീതിയല്ല പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ബയോ സയൻസിലേക്ക് വരുമ്പോൾ. അതായത് നമ്മൾ 10ാം ക്ലാസ്സിൽ എങ്ങനെയാണ് പഠിച്ചത്? ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു, ടെക്സ്റ്റ് ബുക്കിലുള്ള കുറേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് പഠിച്ചു അല്ലേ? ആ ഒരു ലെവലാണ് ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ചെയ്തിട്ടുള്ളത്. എക്സാംസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ട് വരുമ്പോൾ, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ട് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടിപ്പോകുന്നു. പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. നമുക്കൊരു സർഫസ് ലെവൽ പഠനമല്ല വേണ്ടത്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഒരു 3 ഇരട്ടി അല്ലെങ്കിൽ ഒരു 4 ഇരട്ടി കാര്യങ്ങൾ പ്ലസ് വണ്ണിൽ പഠിക്കാനുണ്ട്. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് കിട്ടുമോ? ഇല്ല. അതായത് നമ്മൾ അത്യാവശ്യം നല്ല പോലെ കഷ്ടപ്പെടണം. മാർക്ക് കിട്ടും. ഒരു ആവറേജ് മാർക്ക് ഒരു ഒക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ ഒരു ഹൈ മാർക്കിലേക്ക് ഒരു 80-ൽ നടക്കുന്ന പരീക്ഷ അല്ലെങ്കിൽ ഒരു 60-ൽ നടക്കുന്ന പരീക്ഷയ്ക്ക് ഒരു 45-ന് മുകളിൽ ഒരു 50-ന് മുകളിലൊക്കെ വരണമെങ്കിൽ നമ്മൾ അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികളും ചെയ്തിട്ടുണ്ടാകുന്ന ഒരു കാര്യം, എക്സാമിന് തലേദിവസം മാരത്തോൺ വീഡിയോസ് ഇരുന്നങ്ങ് കാണും അല്ലേ? അപ്പോൾ ഈ മാരത്തോൺ കണ്ടിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോയി, നിങ്ങൾക്ക് മാർക്ക് കിട്ടി, നല്ല കാര്യം. പക്ഷെ പ്ലസ് വണ്ണിൽ അത് നടക്കുമോ? എടാ നടക്കും, മാർക്കൊക്കെ കിട്ടും. പക്ഷെ നമുക്ക് നല്ല മാർക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ആവറേജ് വിദ്യാർത്ഥിയാണ്, ബിലോ ആവറേജ് ആണ്. ഇനി അത് കൂടാണ്ട് മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് സയൻസ് സബ്ജക്റ്റ് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ഇവർക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷൻസുകളും ഡൗട്ട്സുകളുമാണ്. എടാ ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു. മലയാളം മീഡിയത്തിൽ നിന്നും പ്ലസ് വണ്ണിൽ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ആദ്യം ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ഇത്രയും നാൾ ഫോളോ ചെയ്തിരുന്നത് മലയാളം മീഡിയമാണ് അല്ലേ? നോട്ട്സ് എഴുതിയത് മലയാളത്തിൽ, എക്സാം എഴുതിയത് മലയാളത്തിൽ. ഇപ്പോൾ നമ്മൾ പ്ലസ് വണ്ണിലേക്ക് കടക്കുമ്പോൾ നോട്ട്സ് ഇംഗ്ലീഷിൽ എഴുതേണ്ടതായിട്ട് വരും, എക്സാംസുകൾ ഇംഗ്ലീഷിൽ എഴുതേണ്ടതായിട്ട് വരും. സോ നമുക്ക് ഭയങ്കര ടെൻഷനാവും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ? എനിക്ക് പ്ലസ് വണ്ണിലേക്ക് കടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ആദ്യത്തെ ആഴ്ച ബുദ്ധിമുട്ടുണ്ടാവും, രണ്ടാമത്തെ ആഴ്ച ഉണ്ടാകും, ഈവൻ ഒരു മാസം നമുക്ക് നല്ല ബുദ്ധിമുട്ടാവും, 2 മാസം നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ പതിയെ പതിയെ ഞാനിതെല്ലാം കവർ ചെയ്തെടുക്കും. അതായത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സാഹചര്യത്തോട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? ഇതിൽ നിന്നും എങ്ങനെ വെളിയിലേക്ക് കടക്കാൻ വേണ്ടി കഴിയുമെന്ന് നമ്മൾ ശ്രമിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾക്ക് നോട്ട്സ് ടീച്ചേഴ്സ് എല്ലാം ക്ലാസ് എടുക്കുന്നത് മലയാളത്തിൽ തന്നെ ആയിരിക്കും അല്ലേ? ഇനി അത് കൂടാണ്ട് നിങ്ങൾക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നിങ്ങൾക്ക് ഓൺലൈനിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, യൂട്യൂബിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ടീച്ചർ പഠിപ്പിച്ചൊരു കാര്യം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ വീട്ടിൽ വന്ന് യൂട്യൂബിൽ ക്ലാസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കതെല്ലാം കണ്ട് നമ്മുടെ ക്ലാരിറ്റി, ഒരു സബ്ജക്റ്റിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ വലിയ ഡെഫിനിഷൻ വലിച്ചു വാരി ഒന്നും പഠിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എഴുതുകയോ ഒന്നും വേണ്ട. നമുക്ക് എന്താണ് മനസ്സിലായത് സിമ്പിളായിട്ട് നമ്മൾ പഠിച്ച കാര്യം കൺവേ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് സ്കൂളിലെ തന്ന നോട്ട്സ് നിങ്ങൾക്ക് വലിയ സുഖം തോന്നില്ല, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, യൂട്യൂബിൽ വീഡിയോ കണ്ടു നോക്ക്, സിമ്പിളായിട്ടുള്ള നോട്ട്സ് ആണെങ്കിൽ അത് എഴുത്, അത് മതി, മാർക്ക് കിട്ടും. അപ്പോൾ ഇന്ന നോട്ട്സ് തന്നെ പഠിക്കണം അല്ലെങ്കിൽ ഇന്നത് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം എന്നൊന്നുമില്ല. ഓക്കെ, നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എക്സാം എഴുതാം. കാര്യങ്ങൾ ഈ ടേമുകളൊക്കെ ഉണ്ടല്ലോ അതങ്ങനെ തന്നെ വരണം. ക്ലിയർ ആയല്ലോ? ഇനി സയൻസ് സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഗ്രാമർ ഒരു വിഷയമേ അല്ല. നമ്മൾ കാര്യം കൺവേ ചെയ്താൽ മതി. സ്പ്ലിറ്റ് ചെയ്ത് സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് എഴുതിയാൽ മതിയാണ് മക്കളെ, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഇതാദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പതിയെ പതിയെ നമ്മൾ ഫോളോ ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ ട്രാക്കിൽ വരും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, നമ്മൾ പഠിക്കുന്ന സമയത്ത് ആവറേജ് ആയിട്ടുള്ള കുട്ടികൾ, മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന് പഠിച്ച കുട്ടികൾ, അപ്പോൾ നിങ്ങളൊരു ഡെഫിനിഷൻ നിങ്ങൾക്ക് കിട്ടുകയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ മംഗ്ലീഷിൽ അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് മംഗ്ലീഷിൽ നമ്മളത് പറഞ്ഞു നോക്കണം. മംഗ്ലീഷിൽ എന്ന് പറയുമ്പോൾ ചില ടേമുകൾ നമുക്ക് ആ ടേമുകൾ അങ്ങനെ തന്നെ ഉപയോഗിക്കണം. ഓക്കെ, ആ ടേമുകൾ കൃത്യമായിട്ട് ആ ഒരു ഡെഫിനിഷനിൽ വന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടൂ. ഈ ടേമുകളുടെ മലയാളത്തിന് പകരം ആ ടേമുകൾ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞ് നമ്മൾ അതിൻ്റെ മീനിങ് മംഗ്ലീഷിൽ പറഞ്ഞ് റിപ്പീറ്റായിട്ട് പഠിക്കണം. അങ്ങനെ റിപ്പീറ്റായിട്ട് ഒരു 5 തവണ
തവണ പറയുമ്പോൾ ഈ സാധനം നമ്മുടെ തലയിൽ നിൽക്കും. അതായത് നമ്മൾ മലയാളത്തിൽ ഒരു കാര്യം നമ്മൾ എങ്ങനെയാണോ തലയിൽ നിൽക്കുന്നത് അതുപോലെ നിൽക്കും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പതിയെ പതിയെ ഇംഗ്ലീഷിൽ ആ ലാംഗ്വേജിൽ ആ ഒരു സെൻറ്റൻസ് എഴുതാൻ വേണ്ടി കഴിയും. ഇത് ഞാൻ ഫോളോ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ളതാണ്. നമ്മൾ പല കുട്ടികളോടും പറഞ്ഞ് അവരിത് റിപ്പീറ്റായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് അവർക്കെല്ലാം റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതായത് എടാ നമ്മളൊരു കാര്യം ഇങ്ങനെ ഒരു മംഗ്ലീഷിൽ നമ്മൾ ചില വാക്കുകളും ഇംഗ്ലീഷിൽ തന്നെ ചില വാക്കുകൾ മലയാളത്തിൽ അങ്ങനെ പഠിക്കുമ്പോൾ ആ മീനിങ് നമ്മുടെ തലയിൽ നിൽക്കും. നമുക്ക് ബാക്കി ചില ചെറിയ ചെറിയ വേർഡ്സുകൾ നമുക്ക് ഇട്ടാൽ മതി ഇംഗ്ലീഷിൽ. അങ്ങനെ നമുക്കൊരു സെൻറ്റൻസ് ആക്കി മാറ്റാൻ വേണ്ടി കഴിയും. നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി കഴിയും. നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സോ നമ്മുടെ കൺഫ്യൂഷൻസുകൾ ആദ്യം മാറ്റി വെക്കുക. നമ്മുടെ ടെൻഷൻസുകൾ മാറ്റി വെക്കുക. നമ്മൾ ഒരു സാഹചര്യത്തിനോട് പൊരുത്തപ്പെട്ടതിന് ശേഷം പതിയെ പതിയെ അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. അതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഇനി സയൻസ് സബ്ജക്റ്റുകളിലേക്ക് വരുമ്പോൾ മാർക്ക് സ്കോർ ചെയ്യുന്നതിനെ പറ്റിയിട്ട്, എടാ നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുകയാണ്. സയൻസിൽ ഒരു ചാപ്റ്റർ, ഇപ്പോൾ ബയോളജിയിൽ ഒരു ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ എടുത്ത് പഠിക്കുകയാണ്. ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ എടുത്ത് നോക്കണം. നമ്മൾ പഠിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മളൊരു ഭാഗം പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ അതാ നമ്മൾ പഠിച്ച ഭാഗത്ത് ക്വസ്റ്റ്യൻ ഉണ്ട്. സോ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഇങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് സാധാരണഗതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ഒത്തിരി ചോദിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ +1 പരീക്ഷ എടുത്ത് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്. +1 പരീക്ഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 45 മാർക്കിന് മുകളിൽ ഈ പറഞ്ഞ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഫോക്കസ് ഏരിയ നോക്കി പഠിച്ചാൽ തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 60-ലാണ് ഈ 45 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട ഒരു വിദ്യാർത്ഥിക്ക് എന്തായാലും ഒരു 55-ന് പോട്ടെ ഒരു 60 മാർക്ക് മിനിമം ലഭിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളങ്ങനെ ഫോക്കസ് ഏരിയകൾ മനസ്സിലാക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കുക. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. സോ നമ്മൾ കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയുന്നത് എങ്ങനെ? ഇങ്ങനെ പഠിച്ച് നമ്മളൊരു എക്സാം എഴുതി നമ്മൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് പതിയെ പതിയെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരും. ഇനി +1 നിങ്ങൾക്ക് ഓണം എക്സാം കാണില്ല. സാധാരണഗതിയിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഒരു ക്ലാസ് ടെസ്റ്റ് ഒക്കെയാണ് നടത്താറുള്ളത്. അതിനുശേഷം നമുക്ക് ക്രിസ്മസ് എക്സാം വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും ടൈമുണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ നമ്മുടെ കൺഫ്യൂഷനൊക്കെ മാറി ക്രിസ്മസ് എക്സാമിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ ഒരു ഒരു സ്റ്റേബിൾ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിയും. സോ നമ്മൾ ചെയ്യേണ്ടത് എന്താ? കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഒരു ആവറേജ് കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്രില്യൻ സ്റ്റുഡൻറ്റിനെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. ആ കുട്ടിക്ക് അത്രയും കഴിയും. ഓക്കെ, അപ്പോൾ ആ കുട്ടിയുടെ ലെവലിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അങ്ങനെ എങ്ങനെ നമുക്ക് എത്താൻ വേണ്ടി കഴിയും? നമ്മൾ വർക്ക് ചെയ്താൽ മതി. അതായത് ആ കുട്ടി ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി 2 മണിക്കൂർ പഠിക്കാൻ എടുക്കുന്നെങ്കിൽ നമ്മളൊരു 4 മണിക്കൂർ എടുക്കേണ്ടതായിട്ട് വരും അല്ലേ? ചിലപ്പോൾ ഒരു 5 മണിക്കൂർ എടുക്കേണ്ടതായിട്ട് വരും. സോ ആ സമയം നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ ആ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിയണം. വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. സാധാരണഗതിയിൽ ഇപ്പോൾ കുട്ടികൾ നമ്മൾ പറയുന്നത് 10ാം ക്ലാസ്സിൽ സാറേ ഞാൻ നന്നായിട്ട് മെനക്കെട്ടു, പക്ഷേ എനിക്ക് മാർക്ക് കിട്ടിയില്ല. എങ്ങനെ മെനക്കെട്ടു എന്നാണ് പറയുന്നത്? അതായത് അവസാന നിമിഷം ഒരു മെനക്കെടൽ അങ്ങ് മെനക്കെട്ടു അല്ലേ? അവസാന നിമിഷം നമ്മൾ ഇത്ര കിടന്ന് പഠിച്ചിട്ട് നമുക്ക് ഇത്രയും മാർക്ക് കിട്ടി. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, നിങ്ങൾക്ക് ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടായിരുന്നു നിങ്ങൾക്ക് മാർക്ക് കിട്ടിയത്? അല്ല, നമ്മൾ കുറേയൊക്കെ ഉഴപ്പി അവസാന നിമിഷം പഠിച്ചു, അതുകൊണ്ട് നമുക്ക് കുറച്ച് മാർക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നില്ല. പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് മാർക്ക് കുറയുന്നത്. സോ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിവിഷനായിട്ട് മാറും. നിങ്ങൾ ഒരു പോർഷൻ നിങ്ങൾ പഠിച്ചു, ആ പോർഷൻ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ എടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ നെക്സ്റ്റ് ഡേ ഇത് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു 20 മിനിറ്റിലോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിലോ റിവൈസ് ചെയ്യാൻ വേണ്ടി കഴിയും. നെക്സ്റ്റ് ഡേ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റിൽ കഴിയും. ഇനി അടുത്ത ഡേയിലേക്ക് മാറുമ്പോൾ അതൊരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് കഴിയാൻ വേണ്ടി കഴിയും. നോക്കൂ, നമ്മൾ 20 മിനിറ്റ് എടുത്ത് പഠിച്ച കാര്യം നമ്മൾ 1 മിനിറ്റ് കൊണ്ട് റിവൈസ് ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത റിവിഷൻ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ കാര്യങ്ങൾ തലയിൽ ഓർത്ത് നിൽക്കൂ. എടാ എല്ലാവർക്കും മറന്നുപോകും. എല്ലാവർക്കും ഇപ്പം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് കൃത്യമായിട്ട് തലേദിവസം നാളെ എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് വർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. എല്ലാവരും അങ്ങനെയാണോ? നമ്മുടെ തലയിൽ നിൽക്കില്ല. നമ്മൾ എങ്ങനെ റിവൈസ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ റിവിഷൻ പ്രൊസീജിയറിലൂടെ കടന്നു പോകുന്നു, അതാണ് ഒരു വ്യക്തിയെ കൂടുതൽ കൂടുതൽ ഗ്രോത്തിന് കാരണമാകുന്നത്. സോ നിങ്ങൾ കൃത്യമായി പഠിക്കുന്ന കാര്യം റിവൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നമ്മുടെ +1 കാലഘട്ടത്തിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. 10 പോലെ അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടുത്ത് വെച്ച് നമ്മൾ അത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലൊരു കോൺഫിഡൻസ് കിട്ടും. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്താൽ പോരാ, നമ്മൾ അഡീഷണൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. എടാ നമ്മൾ 10ാം ക്ലാസ് വരെ എങ്ങനെയാണ് പഠിച്ചത്? SCERT ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് പഠിച്ചത് അല്ലേ? ഇനി നിങ്ങൾ കയറുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിലേക്കാണ്. അതായത് 10ാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് പുസ്തകം വായിച്ചാൽ കുറച്ചൊക്കെ മനസ്സിലാവും. +1 കയറുമ്പോൾ
പറയുമ്പോൾ അങ്ങനെയല്ല. നല്ല ഡിഫിക്കൽട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിലും പുസ്തകമുണ്ട്, അതുപോലെ തന്നെ മലയാളത്തിലും സെയിം പുസ്തകം അവൈലബിൾ ആണ്. HSS ലൈവ് എന്ന് പറയേണ്ട ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മലയാളം ടെക്സ്റ്റും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടെക്സ്റ്റും കാണും. സോ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് പഠിക്കുക. ഇതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മൾ അഡീഷണൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. എത്രമാത്രം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ അത്രമാത്രം നിങ്ങൾക്ക് ആ ഒരു പോർഷൻസിൽ കോൺഫിഡൻസ് കിട്ടും. ആ ഒരു ഭാഗത്തിൽ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. സോ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഗൈഡ്സുകളൊക്കെ നിങ്ങൾക്ക് ബുക്ക് സ്റ്റാളുകളിൽ കാണും, ലേബർ ഇന്ത്യകൾ കാണും. ഇതൊക്കെ വാങ്ങിച്ച് അതിൽ പറയുന്ന അഡീഷണൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. നമ്മൾ ഇങ്ങനെ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നതാണ്, വർഷങ്ങളായിട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ ഒരു ആവറേജ് കുട്ടിക്ക് പോലും ഒരു 55 മാർക്കിന് മുകളിൽ എക്സാംസിന് മാർക്ക് ലഭിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അങ്ങനെ വർക്കൗട്ട് ചെയ്യുക. ഇനി മാത്സിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. ട്രിഗണോമെട്രിയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻസ് വരും. കാരണം നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ സൈനും കോസും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, അതിൻ്റെയൊക്കെ ഒരു അയ്യര് കളിയാണ് ട്രിഗണോമെട്രിയിൽ വരുന്നത്. സോ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകും. മാത്സിൻ്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സജഷൻ, മാത്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്, എക്സസൈസുകളുണ്ട്. ഇത് കൂടാണ്ട് മിസലേനിയസ് എന്ന് പറഞ്ഞൊരു പോർഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ മാത്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് ഞാൻ തരുന്നത് നിങ്ങൾക്ക് ഒരു 95 മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ മാത്സ് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് മാത്സിന് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മാത്സിൻ്റെ കേസിൽ നിങ്ങൾ കൺഫേം ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ എനിക്ക് നിങ്ങളോട് ഫൈനലി നിങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പിന്നെ നമുക്ക് സാധാരണഗതിയിൽ പഠിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കെല്ലാം കൺഫ്യൂഷൻസ് ഉണ്ടാകും, ഡൗട്ട്സുകൾ ഉണ്ടാകും അല്ലേ, നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഇതൊക്കെ നമ്മൾ ഓവർകം ചെയ്യുന്നു. നമ്മൾ ഈ ടെൻഷൻ അടിച്ചിരുന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോടാ? അപ്പോൾ നമ്മൾ എന്താ, ഈ ടെൻഷൻ എന്ന് പറഞ്ഞ സാധനത്തിനെ അങ്ങ് എടുത്ത് കളയണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഹാപ്പി ആകുന്ന സിറ്റുവേഷൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ മൂഡ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കഴിയും അല്ലേ? ചില കുട്ടികൾക്ക് പാട്ട് കേട്ടാൽ മൂഡ് ചേഞ്ച് ചെയ്യും അല്ലേ, ചില കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ മൂഡ് ചേഞ്ച് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്കൊരു ഹാപ്പിനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ ചിന്തിക്കുക, അത് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടലുകളിലേക്കോ ഒന്നും പോകാണ്ടിരിക്കുക. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. നോ പറയേണ്ടടുത്ത് നമ്മൾ നോ തന്നെ പറയുക. നമ്മുടെ കാര്യം, നമ്മൾ ഫ്രണ്ട്ഷിപ്പൊക്കെ വേണം അവിടെ, നല്ല ഫ്രണ്ട്സുമായിട്ട് നമ്മളെല്ലാം നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ്. നമുക്ക് +1 +2 കഴിയുമ്പോൾ നിങ്ങളുടെ സ്കൂൾ കാലഘട്ടമേ തീർന്നു, പിന്നെ നിങ്ങളൊരു ഹയർ എഡ്യൂക്കേഷനിലേക്കാണ് പോകുന്നത്. സോ നിഷ്കളങ്കരായിട്ടുള്ള ഒത്തിരി ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കിട്ടും, പണി തരുന്ന ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവൻ പഠിക്കുന്നില്ല അതുകൊണ്ട് ഞാനും പഠിക്കുന്നില്ല, അവൻ പഠിക്കുമ്പോൾ പഠിക്കാമെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത്, പണി കിട്ടും. കാരണം ആ കുട്ടിക്ക് ചിലപ്പോൾ അവസാനത്തെ നിമിഷത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന കുട്ടിയായിരിക്കും, നമുക്കത് പറ്റത്തില്ല. നമ്മൾ ആദ്യം മുതലേ പഠിച്ചാലേ പറ്റൂ. സോ നമ്മുടെ ഫ്രണ്ട് പഠിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ പഠിക്കാനിരിക്കരുത്. നമ്മൾ പഠിക്കുക, അവനെ നമ്മൾ പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കുക. പിന്നെ നമ്മളെല്ലാം മാക്സിമം ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ പോവുക, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്കൊരു വൈബ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. നമ്മൾ എത്രമാത്രം ഹാപ്പി ആയിട്ടിരിക്കുന്നോ എന്നാൽ മാത്രമേ നമുക്ക് അത്രയും ഹാപ്പി ആയിട്ട് പഠിക്കാൻ പറ്റൂ, എങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ബ്രോ എക്സ്പ്ലെയിൻസ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. ആ പേജ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. നമ്മൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് തന്നെ വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾ യൂസ് ചെയ്യേണ്ട ട്രിക്കുകളും ഒക്കെ നമ്മൾ ഇതുപോലെ തന്നെ പല പല വീഡിയോസായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ബൈ ബൈ.